വെൽക്കം, റഹ്മാനാണ്. ഈ വീഡിയോ നമ്മൾ പറയാ ഗൗട്ടിനെ കുറിച്ചിട്ടാണ്. പാത്തോഫിസിയോളജി ഓഫ് ഗൗട്ട് ആണ് നമ്മൾ പറയാം. സന്ധിവാദം എന്നും പറയാം, കാരണം ഇത് സന്ധികളിലാണ് ഉണ്ടാകുന്നത്. സോ നമ്മളിവിടെ പറയുന്നത് ഇതിന്റെ കാരണങ്ങൾ പറയും, ലക്ഷണങ്ങൾ, വിവിധ തരത്തിലുള്ള ഗൗട്ട് എന്നിവയെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പറയാം. സോ അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയേണ്ടത്, ഇതൊരു ഇൻഫ്ലമേറ്ററി ജോയിന്റ് ഡിസോർഡർ ആണ്. ഇൻഫ്ലമേറ്ററി ജോയിന്റ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഇത് വീക്കമുണ്ട്, നീർക്കെട്ട് എന്നിവയുണ്ട്, ആൻഡ് ഇത് ബാധിക്കുന്നത് സന്ധി ാണ്. ആൻഡ് രണ്ടാമത്തെ പോയിന്റ്, ദിസ് ഈസ് യൂഷ്വലി മോണോ ആർട്ടിക്കുലാർ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോ ആർട്ടിക്കുലാർ ജോയിന്റ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ വീക്കം, നീർക്കെട്ട് എന്നിവ ഉണ്ടാകുന്നത് ഒരു ഏതെങ്കിലും സന്ധികളിലാണ്. എല്ലാ സന്ധികളിലും ഉണ്ടാകുന്നില്ല, ഏതെങ്കിലും ഒരു സന്ധി. സാധാരണ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കാലിലെ. ഇത് കാലാണെങ്കിൽ, ഇത് വിരലുകളാണെങ്കിൽ 1, 2 പെരുവിരലിലെ മെറ്റാടാർസോഫാലാഞ്ചിയൽ ഈ ജോയിന്റിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. സോ ദിസ് ഇസ് മെറ്റാടാർസോ MTP എന്ന് നമുക്ക് എഴുതാം. അവിടെ ഉണ്ടാകുന്നത്. പക്ഷെ മറ്റ് സന്ധികളിലും ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകാം. സാധാരണ ചെറിയ സന്ധികളിലാണ് ഇത് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. സോ അഫക്ട്സ് ദ പെരിഫറൽ ജോയിന്റ്സ്. പെരിഫറൽ ജോയിന്റ്സിനെയാണ് ബാധിക്കുക. നട്ടലിന്റെ സന്ധികളായ സെൻട്രൽ ആ ഭാഗങ്ങളെയൊന്നും ബാധിക്കുന്നില്ല, അവയൊന്നും ആക്രമിക്കുന്നില്ല. സന്ധികളിൽ എന്താ സംഭവിക്കുക? സന്ധികളിൽ ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നുണ്ട്. എന്തിന്റെ ക്രിസ്റ്റലാണ്? ക്രിസ്റ്റൽ ഫോമിലുള്ള യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റൽ ഫോം ആണ്. അത് നമ്മൾ പറയാ മോണോസോഡിയം യൂറേറ്റ് എന്ന ഫോമിലാണ് ക്രിസ്റ്റൽസ് അടിഞ്ഞു കൂടുന്നത്. സോ ദിസ് ഇസ് എ ക്രിസ്റ്റലൈൻ ആർത്രോപതിക് ഡിസീസ് ആണ് എന്ന് നമുക്ക് പറയാം. സോ ഇങ്ങനെ ഈ ക്രിസ്റ്റൽസ്, മോണോസോഡിയം യൂറേറ്റ് ക്രിസ്റ്റൽ സന്ധികളിൽ അടിഞ്ഞു കൂടിയാൽ അവിടെ എന്തൊക്കെ ഉണ്ടാകും? അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും, വീക്കം ഉണ്ടാകും, നീർക്കെട്ട് ഉണ്ടാകും, കഠിനമായ വേദന ഉണ്ടാകും, പെയിൻ അല്ലെ, സിവിയർ പെയിൻ ഓർ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ആണ് ഉണ്ടാവുക. സോ കാലാണെങ്കിൽ നിലത്ത് കുത്താൻ പോലും പറ്റി എന്ന് വരില്ല. സോ അടിഞ്ഞു കൂടുന്നത് മോണോസോഡിയം യൂറേറ്റ് ആണ്. മോണോസോഡിയം യൂറേറ്റ് അടിഞ്ഞു കൂടാൻ കാരണം യൂറിക് ആസിഡ് ബ്ലഡിൽ വർദ്ധിക്കുന്നത് കൊണ്ടാണ്. സോ യൂറിക് ആസിഡ് വർദ്ധിച്ചു കഴിഞ്ഞാൽ മോണോസോഡിയം യൂറേറ്റ് ആയിട്ട് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനും അത് അടിഞ്ഞു കൂടാനും പറ്റും. സോ ഇതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണ് എന്ന് പറയാം. സോ നാലാമത്തെ പോയിന്റ്, ദിസ് ഇസ് എ മെറ്റബോളിക് ഡിസോർഡർ ഓഫ് വാട്ട്? എന്തിന്റെ മെറ്റബോളിക് ഡിസോർഡർ ആണെന്ന് ചോദിച്ചാൽ പ്യൂരിൻ ന്യൂക്ലിയോടൈഡിന്റെ മെറ്റബോളിസം, ഇതിലുള്ള തകരാറുകൾ മൂലമാണ് എന്ന് നമുക്ക് പറയാം. സോ ദിസ് എ പ്യൂരിൻ ന്യൂക്ലിയോടൈഡ് മെറ്റബോളിക് ഡിസോർഡർ ആണ്. ആൻഡ് ദിസ് ലീഡ്സ് ടു എക്സസീവ് യൂറിക് ആസിഡ് ഇൻ ബ്ലഡ്. യൂറിക് ആസിഡ് ബ്ലഡിനകത്ത് കൂടുന്നതിനെ നമ്മൾ ഹൈപ്പർ യൂറിസീമിയ എന്നാണ് പറയുക. സോ ഹൈപ്പർ യൂറിസീമിയ ഉണ്ടാകും, ഇൻ ബ്ലഡ് ഉണ്ടാകും. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് യൂറിക് ആസിഡ് കൂടുതലാണ് എന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് ഗൗട്ട് ഉണ്ടാവണമെന്നില്ല. മറ്റു പല കാരണങ്ങൾ കൊണ്ടാകും ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനായിട്ട്. സന്ധികളിൽ ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ മറ്റു പലത് കൂടി ഉണ്ടാകാം. പക്ഷെ യൂറിക് ആസിഡ് കൂടിയാൽ മാത്രമേ, അത് മോണോസോഡിയം യൂറേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്താൽ മാത്രമേ ഗൗട്ട് ഉണ്ടാവുന്നുള്ളൂ. സത്യത്തിൽ നമ്മൾ വേറൊരു കാര്യം കൂടി ഓർക്കേണ്ടത്, യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ശരീരത്തിലുള്ള ഒരു നോർമൽ ആന്റി ഓക്സിഡന്റ് ആണ് എന്ന് കൂടി നമ്മൾ ഓർത്ത് വെക്കുക. ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കാൻ പറ്റുന്ന ആന്റി ഓക്സിഡന്റ് ആണ്. പക്ഷെ വർദ്ധിച്ചാൽ, അമിതമായി കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാണല്ലോ. ഗൗട്ടിനെ നമുക്ക് 2 തരമാക്കാം. ഒന്ന് പ്രൈമറി ഗൗട്ടാണ്. 90% ആൾക്കാർക്കും പ്രൈമറി ഗൗട്ട്. ഇവിടെ നമുക്ക് കൃത്യമായ കാരണങ്ങൾ, എന്തുകൊണ്ട് ഗൗട്ട് ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ കൃത്യമായ കാരണങ്ങൾ അറിയില്ല. മിക്കവാറും പ്യൂരിൻ മെറ്റബോളിസത്തിലെ എറേഴ്സ് ആയിരിക്കാം. സോ എറേഴ്സ് ഇൻ പ്യൂരിൻ മെറ്റബോളിസം, അതിലായിരിക്കാം കാരണം. ആൻഡ് ഇവരിൽ യൂറിക് ആസിഡ് ഉയർന്നു നിൽക്കുകയാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ഉണ്ടായ യൂറിക് ആസിഡ് സാധാരണ പോകേണ്ടത് യൂറിനിലൂടെയാണ് യൂറിക് ആസിഡ് പുറത്തേക്ക് പുറന്തള്ളുക. സോ ഇവിടെ ചിലപ്പോൾ ഈ പുറന്തള്ളൽ കുറഞ്ഞിട്ടുണ്ടാകാം. സോ യൂറിക് ആസിഡ് പുറന്തള്ളൽ കുറഞ്ഞാലും യൂറിക് ആസിഡ് അളവ് വർദ്ധിക്കും. സോ 2 കാരണങ്ങൾ, ഇൻക്രീസ്ഡ് അബ്നോർമൽ പ്രൊഡക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിക്രീസ്ഡ് എക്സ്ക്രീഷൻ, പുറന്തള്ളൽ കുറവായിരിക്കാം. സോ ഓവർ പ്രൊഡക്ഷൻ ആയിരിക്കാം ഒരു കാരണം, അല്ലെങ്കിൽ അണ്ടർ സെക്രീഷൻ ഓർ അണ്ടർ എക്സ്ക്രീഷൻ. രണ്ടാമത്തത് സെക്കൻഡറി ഗൗട്ട് ആണ്. സെക്കൻഡറി ഗൗട്ടിൽ നമുക്ക് കൃത്യമായ കാരണങ്ങൾ അറിയാം. ഗൗട്ട് ഉണ്ടാവുന്നത് ചില പ്രശ്നങ്ങൾ മൂലമാണ്. കാരണങ്ങൾ ഓർ പ്രശ്നങ്ങൾ, വി നോ റീസൺസ് നമുക്കറിയാം എന്താണ് ഇതുണ്ടാവുന്നത് കാരണം. ആ റീസൺസ് തടഞ്ഞാലോ കുറച്ചാലോ ലഘൂകരിച്ചാലോ നമുക്ക് ഗൗട്ട് കുറയ്ക്കാം. സാധാരണ ഗൗട്ട് 4 സ്റ്റേജസ്, 4 ഫേസസ് എന്ന് നമുക്ക് പറയാം. ഒന്ന് അസിംപ്റ്റോമാറ്റിക്, സിംറ്റംസ് ഒന്നുമില്ലാത്ത അസിംപ്റ്റോമാറ്റിക് ഹൈപ്പർ യൂറിസീമിക് കണ്ടീഷൻ ആണ് ഹൈപ്പർ യൂറിസീമിയ. ഇവിടെ യൂറിക് ആസിഡ് ലെവൽ
കൂടുതലാണ്, ബ്ലഡിൽ കൂടുതലാണ്. പക്ഷെ സിംറ്റംസ് ഉണ്ടോ? ഒരു സിംറ്റംസ് ഇല്ല. നോ സിംറ്റംസ് ഒന്നും ഇല്ലാത്ത കണ്ടീഷനാണ്. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് അക്യൂട്ട് ഗൗട്ട് ആണ്. അക്യൂട്ട് ഗൗട്ട് അല്ലെങ്കിൽ അക്യൂട്ട് ഫ്ലെയർ അപ്പ് എന്ന് നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ അക്യൂട്ട് ഗൗട്ടി ആർത്രൈറ്റിസ്. സഡൻ പെട്ടെന്നായിട്ടുള്ള സിവിയർ പെയിൻ ആണ്. സഡൻ സിവിയർ പെയിൻ ഉണ്ട്, അവിടെ സ്വെല്ലിംഗ് ഉണ്ട്, റെഡ്നെസ് ഒക്കെ എല്ലാ ജോയിനിലുണ്ട്, മിക്കവാറും ബിഗ് ടോയിലാണ് നമ്മൾ പറഞ്ഞു. ആൻഡ് നാലാമത്തെ ഫേസ് എന്ന് പറയുന്നത് ക്രോണിക് ടോഫേഷ്യസ് ഗൗട്ട് ആണ്. എന്ന് വെച്ചാൽ ഒരു ടോഫൈ എന്ന് പറയുന്ന സംഭവം അവിടെയുണ്ട്. യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ബിൽഡപ്പ് ഇൻ ദ സ്കിൻ ഓർ അതർ ഏരിയാസ് ഓഫ് ദ ബോഡി. അത് ഡിഫോർമിറ്റി ഉണ്ടാക്കാം, ഡാമേജ് ഉണ്ടാക്കാം. ആൻഡ് ഇതിനിടയിലുള്ള ഫേസ്, മൂന്നാമത്തെ ഫേസിനെ നമ്മൾ ഇന്റർ ക്രിട്ടിക്കൽ ഗൗട്ട് എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് ദ ടൈം ബിറ്റ്വീൻ അക്യൂട്ട് ഗൗട്ടി അറ്റാക്സ് വെൻ ദർ ഇസ് നോ സിംറ്റംസ് ഇല്ലാത്ത രണ്ട് അക്യൂട്ട് ഗൗട്ട് അറ്റാക്കിനിടയിലുള്ള സമയത്തെയാണ് നമ്മൾ ഇന്റർ ക്രിട്ടിക്കൽ ഗൗട്ട് എന്ന് പറയുന്നത്. സാധാരണ യൂറിക് ആസിഡ് ഉയർന്ന് അത് മോണോസോഡിയം മ്യൂറേറ്റ് ക്രിസ്റ്റൽസ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ അപ്പോഴാണ് കഠിന വേദന വീക്കം വരുന്ന സിറ്റുവേഷൻ ആണ് ഈ അക്യൂട്ട് ഗൗട്ട് എന്ന് നമ്മൾ പറയാം, ഓർ അക്യൂട്ട് ഗൗട്ടി അറ്റാക്ക്. സോ ഈ അക്യൂട്ട് ഗൗട്ടി അറ്റാക്കിനുള്ള ഇതിനുള്ള ചികിത്സ എല്ലാം നമ്മൾ ക്രോണിക് ഗൗട്ടിനോട്. തുടർച്ചയായിട്ട് യൂറിക് ആസിഡ് ഉയർന്നു നിൽക്കുന്ന മൂലം ഇടയ്ക്കിടയ്ക്ക് അക്യൂട്ട് ഗൗട്ട് അറ്റാക്ക് ഓർ ഗൗട്ട് ഫ്ലെയർ അപ്സ് ഉണ്ടാവുന്ന ക്രോണിക് ഗൗട്ടിൽ നമുക്ക് വേറെ ചികിത്സ ആയിരിക്കും കൊടുക്കുക. ആൻഡ് ഇതിനിടയിൽ വരുന്ന കണ്ടീഷനാണ് നമ്മൾ ഇന്റർ ക്രിട്ടിക്കൽ എന്ന് നമ്മൾ പറഞ്ഞു. സോ പ്രൈമറി ഗൗട്ട് ആണ് നമ്മൾ പറഞ്ഞു 90% പേരിൽ എന്ന് പറഞ്ഞു. മിക്കവാറും ഇത് എന്തെങ്കിലും എറേഴ്സ് മൂലമായിരിക്കാം, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ആൻഡ് ഇതോടൊപ്പം തന്നെ മറ്റ് ഗൗട്ടിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്ന മറ്റു പ്രശ്നം ജീവിതക്രമവുമായിട്ടോ അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങൾ മൂലമായിരിക്കാം ഈ രോഗം പെട്ടെന്ന് സീരിയസ് ആയിട്ട് ഉണ്ടാവാനായിട്ടുള്ള കാരണം. സോ അപ്പൊ ഇനി നമുക്ക് ഏതെല്ലാമാണ് യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ റിസ്ക് വർദ്ധിപ്പിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഓർ ഗൗട്ട് കൂടുതലായിട്ട് വരാൻ സാധ്യത ഉണ്ടാക്കുന്ന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ആദ്യത്തേത് ഇമ്പോർട്ടന്റ് വൺ ഈസ് മെയിൽ സെക്സ് ആണ്. പുരുഷന്മാരിലാണ് ഏറ്റവും കൂടുതൽ. അതിൽ തന്നെ 30 മുതൽ 39 വയസ്സ് വരെയുള്ളവർ കൂടുതലായിട്ട് കാണാം. പിന്നീട് കാണുന്നത് ഒരു 60 വയസ്സിന് മുകളിലുള്ള ആളുകളില്ല. സോ പുരുഷന്മാരിൽ സ്ത്രീകളെക്കാൾ കൂടുതലാണ്. സ്ത്രീകളിൽ സാധാരണ രീതിയിൽ പ്രീമെനപ്പോസൽ അവരിൽ ഇത് വരാറില്ല സാധാരണ, കാരണം ഈസ്ട്രോജൻ യൂറിക് ഏജന്റ് ആണ്. സോ ഈസ്ട്രോജൻ അവരിൽ രക്ഷപ്പെടുന്നു. പക്ഷെ പോസ്റ്റ് മെനപ്പോസ് കഴിഞ്ഞു ആർത്തവ വിരാമം വന്ന സ്ത്രീകളിൽ ഇത് ഉണ്ടാവാനായിട്ട് അപ്പോൾ പുരുഷന്മാരിലൊന്ന് അതാണ് ഒരു കാരണം. 2, ഹൈപ്പർ ടെൻഷൻ, BP കൂടി ഉയർന്നു നിൽക്കുന്ന ആളുകൾ, ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള ആൾക്കാർ, ദെൻ ഹൈപ്പർ ലിപിഡീമിയ എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ലെവൽ എന്നൊക്കെയാണ് നമ്മൾ ലോക്കൽ പറയാ. സോ അങ്ങനെ കൊഴുപ്പ് നിലവാരം ഉയർന്നു നിൽക്കുന്ന ആൾക്കാർ, ഒബിസിറ്റി, ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റബോളിക് സിൻഡ്രോംസ് ഉള്ള, ഇതെല്ലാം മെറ്റബോളിക് സിൻഡ്രോമിന്റെ ഒരു ഭാഗമാണ്. സോ അങ്ങനെയുള്ള രോഗികൾ ഇത് കൂടുതലായിട്ട് ഉണ്ടാകാം. ദെൻ മൂന്നാമത്തെ റിസ്ക് ഫാക്ടർ ഈസ് കൺസംഷൻ ഓഫ് ഫാറ്റി ഫുഡ് ആണ്. ഫാറ്റി ഫുഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ റെഡ് മീറ്റ്, ഇറച്ചി അധികം, ആട്ടിറച്ചിയാലും കാളർച്ചിയാലും അങ്ങനെയൊക്കെയുള്ള ഇറച്ചി. ദെൻ ഓർഗൻ മീറ്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഇപ്പം ലിവർ, അതൊക്കെ ഒരു ഓർഗൻ മീറ്റ് ആണല്ലോ. ദെൻ സീ ഫുഡ് കഴിക്കുന്ന ആൾക്കാർ, സീ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോൺസ് അല്ലെങ്കിൽ ലോബ്സ്റ്റർ അങ്ങനെയൊക്കെയുള്ള കഴിക്കുന്ന ആൾക്കാരിൽ, സോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ യൂറിക് ആസിഡ് ലെവൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. നാലാമത്തെ ഇമ്പോർട്ടന്റ് ഈസ് ആൽക്കഹോൾ ആണ്. മദ്യം കഴിക്കുന്ന ആൾക്കാരാണ്. ആൽക്കഹോളിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ബിയർ ആണ്. ബിയർ കഴിക്കുന്നവരിലാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുക. അല്ലെങ്കിൽ ബിയർ പുളിപ്പിച്ചിട്ടുണ്ടാക്കുന്നതാണ്, നമുക്കറിയാം. ആൽക്കഹോളും പുളിപ്പിച്ചിട്ടുണ്ടാക്കുന്നതാണ്. സോ പുളിപ്പിച്ചുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും, ബ്രെഡ് പോലെയുള്ള സംഭവങ്ങൾ ഉൾപ്പെടെ, അതെല്ലാം ഇൻക്രീസ്ഡ് യൂറിക് ആസിഡ് ഉണ്ടാക്കാം. അഞ്ചാമത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. എല്ലാ സോഫ്റ്റ് ഡ്രിങ്ക്സും അല്ല നമ്മൾ ഈ പറയുന്നത് കാർബണേറ്റഡ് തന്നെ. ഫ്രക്ടോസ് കൂടുതലുള്ളത്, ഫ്രക്ടോസ് എന്ന് വെച്ചാൽ ഏറ്റവും മധുരമുള്ള സംഭവമാണ് ഫ്രക്ടോസ്. സോ ഫ്രക്ടോസ് കൂടുതൽ അടങ്ങിയ ഡ്രിങ്ക്സ് കഴിക്കുന്ന ആൾക്കാരിൽ ഉയർന്ന സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്സ് ഒക്കെ അവൈലബിൾ ആണ്. സോ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് വരാം. ദെൻ ആറാമത്തെ കണ്ടീഷൻ സ്റ്റാർവേഷൻ, പട്ടിണിയായിട്ട് കിടക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അധികം കുടിക്കാത്ത ആൾക്കാരിൽ, ആവശ്യത്തിന് വെള്ളം കഴിച്ചിരുന്നില്ലെങ്കിലും യൂറിക് ആസിഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. ദെൻ ഏഴാമത്തെ കണ്ടീഷൻ നമുക്ക് പറയുന്ന ട്രോമ, സർജറി പോലെയുള്ള, അല്ലെങ്കിൽ കോൾഡ് ടെമ്പറേച്ചർ, തണുത്ത കാലാവസ്ഥ. സോ ഇതെല്ലാം ട്രിഗേഴ്സ് ഓഫ് അക്യൂട്ട് ഗൗട്ടി അറ്റാക്ക് ആണ്. ഈ സമയത്ത് കൂടുതലായിട്ട് യൂറിക് ആസിഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഹൈപ്പർ യൂറിസീമിക് അറ്റാക്സ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എട്ടാമത്തെ കണ്ടീഷൻ നമുക്ക് പറയാനുള്ളത് ചിലതരം മരുന്നുകളാണ്. മരുന്നുകൾ എന്ന് നമുക്ക് എഴുതാം. മെഡിസിൻസ് ഏതെല്ലാമാണ്? ഒന്ന് ഡയൂററ്റിക്സ് ആണ്. ഡയൂററ്റിക്സിൽ തന്നെ 2 തരം ഡയൂററ്റിക്സ്. ലൂപ്പ് ഡയൂററ്റിക്സ്, ഉദാഹരണം ഫുറോസിമൈഡ് ഓർ റൂസിമൈഡ് കഴിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ലൂപ്പ് ഡയൂററ്റിക് കഴിക്കുന്ന ആൾക്കാരിൽ. തയാസൈഡ് ഡയൂററ്റിക്സും വർദ്ധിപ്പിക്കും. തയാസൈഡ് നമ്മൾ സാറിന് എപ്പോഴും കഴിക്കുന്നത് BP കുറയ്ക്കാനായിട്ട് പണ്ടത്തെ നമ്പർ 1 ഡ്രഗുകളൊന്നായിരുന്നു തയാസൈഡ്. അല്ലാതെ നമ്മൾ ഇപ്പോഴും കഴിക്കുന്നുണ്ട് നമ്പർ 1, അല്ലെങ്കിലും അതും യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കും. ദെൻ ലോ ഡോസ് ആസ്പിരിൻ കഴിക്കാത്ത വയസ്സായിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. ലോ ഡോസ് ആസ്പിരിൻ ആണ്, ഹൈ ഡോസ് അല്ല. ലോ ഡോസ് ഇപ്പോൾ സാധാരണ 81, 75, 100 അല്ല അങ്ങനെയൊക്കെയുള്ളതാണ് ലോ ഡോസ് ആസ്പിരിൻ എന്ന് പറയുന്നത്. അത് വർദ്ധിപ്പിക്കാം. ഹൈ
ഡോസ് ആണെങ്കിൽ യൂറിക് ആണെന്ന് കൂടി ഓർക്കുക. ദെൻ വൈറ്റമിൻ B3 ഓർ നിയാസിൻ കഴിക്കുന്ന ആൾക്കാർ വൈറ്റമിൻ ആയിട്ട് കഴിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ വൈറ്റമിൻ B3 നിയാസിൻ നമ്മൾ ഹൈ ഡോസിൽ കഴിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അത് എവിടെയാണ്? അത് ഹൈപ്പർ ട്രൈഗ്ലിസറിഡീമിയ അല്ലെങ്കിൽ നമ്മൾ കൊളസ്ട്രോൾ ലെവലൊക്കെ ഉയർന്നു, സാധാരണ പറയുന്ന വാക്കാണ് ഞാൻ പറയുന്നത്, ഉയർന്നു നിൽക്കുന്ന കൊഴുപ്പ് രോഗങ്ങളിൽ ഇത് കൂടുതലായിട്ട് കഴിക്കുന്നു, അവരിൽ ഇത് വരാം. ദെൻ ടിബിയിൽ നമ്മൾ കഴിക്കുന്ന പൈറാസിനമൈഡ് പോലെയുള്ള മരുന്നുകളും യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി യൂറിക് ആസിഡ് അമിതമായിട്ട് ഇൻക്രീസ്ഡ് ആയിട്ട് ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന നമ്മൾ ചില കേസുകൾ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നത് ഒന്ന് ട്യൂമർ ലൈസിസ് സിൻഡ്രോം ആണ്. ട്യൂമർ ലൈസിസ് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽസുകൾ പെട്ടെന്ന് ധാരാളമായിട്ട് നശിക്കുന്നു. അപ്പോൾ സെൽസ് ഇതാണെങ്കിൽ ന്യൂക്ലിയസിനകത്ത് DNA ഉണ്ട്, DNAയുടെ അകത്ത് എന്തുണ്ട്? ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. ന്യൂക്ലിയോടൈഡ്സ് പ്യൂരിൻസ് ആണ്. ആൻഡ് ദിസ് പ്യൂരിൻ നശിച്ചിട്ട് അതിലുള്ള ഗ്വാനോസിനായാലും അഡിനോസിനായാലും നശിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്നത് യൂറിക് ആസിഡ് ആയിരിക്കും ഉണ്ടാവുക. സോ അത് ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ട്യൂമർ ലൈസിസ്, പേര് തന്നെ ട്യൂമർ എന്നാണ്, ക്യാൻസർ ലൈസിസ് സിൻഡ്രോം ആണ്. ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകുന്നത് ലുക്കീമിയയിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ലിംഫോമ പോലെയുള്ള ക്യാൻസറുകളിൽ ക്യാൻസർ നശിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കൊടുത്തിട്ട് ക്യാൻസറിനെ കൊല്ലുമ്പോഴും, അല്ലെങ്കിൽ മൈലോയിഡ് ലുക്കീമിയ, ഇങ്ങനെയൊക്കെയുള്ള ലുക്കീമിയാസിൽ ഉണ്ടാകാം. ദെൻ ഹീമോലിറ്റിക് അനീമിയ ആണ് അടുത്ത പ്രശ്നം. ഹീമോലിറ്റിക് അനീമിയ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ട് ഇമ്മച്വർ RBC ആണ് നശിക്കുക. മെയിൻ RBC, വലിയ RBCക്കകത്ത് നമുക്കറിയാം ന്യൂക്ലിയസ് ഇല്ല. ഇമ്മച്വർ RBCക്കകത്ത് റെറ്റിക്കുലോസൈറ്റ്സിൽ ന്യൂക്ലിയസ് ഉണ്ട്. സോ റെറ്റിക്കുലോസൈറ്റ്സ് നശിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഇത് സെയിം തന്നെ പ്യൂരിൻസ് ഡീഗ്രേഡ് ചെയ്തിട്ട് അതിൽ നിന്ന് യൂറിക് ആസിഡ് കൂടുതലായിട്ട് ഉണ്ട്. ദെൻ മൂന്നാമത്തെ ഒരു കണ്ടീഷൻ സോറിയാസിസ് ട്രീറ്റ്മെന്റിലാണ്. സോറിയാസിസിനകത്തും ഒരുപാട് യൂറിക് ആസിഡ് ഇതേപോലെ വർദ്ധിക്കാം. ദെൻ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡിഹൈഡ്രോജനേസ് ഡെഫിഷ്യൻസിയിൽ വർദ്ധിക്കാം. മറ്റ് ചില രോഗങ്ങൾ നമ്മൾ പിന്നെ പറയുന്നുണ്ട് യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ലേഷ് നെയ്ഹാൻസ് ഡിസീസ് പോലെയുള്ളത് ഞാൻ പുറകെ പറയുന്നുണ്ട്. ഇനി ഇതേപോലെ യൂറിക് ആസിഡ് ഉണ്ടാവുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ യൂറിക് ആസിഡ് പുറം തള്ളുന്നത് കുറഞ്ഞാലോ, പുറം തള്ളുന്നത് നമ്മൾ പറഞ്ഞു കിഡ്നിയാണ് യൂറിക് ആസിഡിനെ പുറം തള്ളേണ്ടത്. സോ കിഡ്നി രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, ഉദാഹരണത്തിന് ക്രോണിക് റീനൽ ഫെയിലിയർ ഓർ ക്രോണിക് റീനൽ ഡിസീസ് CKD അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ദെൻ സം നെഫ്രോപ്പതീസ്, എന്തെങ്കിലുമൊക്കെ കിഡ്നി രോഗങ്ങളുള്ള ആൾക്കാർ, ദെൻ ലെഡ് പോയിസണിങ് സമയത്ത് യൂറിക് ആസിഡ് പുറം തള്ളുന്നത് കുറയും. ദെൻ ആസിഡോട്ടിക് കണ്ടീഷൻ, ഇപ്പോൾ കീറ്റോ ആസിഡോസിസ് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ മറ്റേ ആസിഡിക് സ്റ്റേറ്റ്സ്, മെറ്റബോളിക് ആസിഡോസോ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ ആസിഡോസ് ആണ്. സോ യൂറിൻ ബിക്കം ആസിഡിക് ആകുമ്പോഴത്തേക്കും യൂറിക് ആസിഡും ആസിഡിക് ആണ്, കോമൺ ആണ്. യൂറിക് ആസിഡ് എക്സ്ക്രീഷൻ കുറയും പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലായിരിക്കും. നമുക്കിപ്പോൾ അക്യൂട്ട് ഗൗട്ട് അറ്റാക്കിൽ എന്താണ് ഉണ്ടാവുക എന്ന് നോക്കാം. ഇത് നമുക്കൊരു എല്ലാണെന്ന് കിട്ടുക, ഇത് നമുക്ക് വേറെ എല്ലാണ്, സന്ധിയാണ്, അതിൻ്റെ ചുറ്റും ഇങ്ങനെ സംഭവങ്ങളുണ്ട്, കാർട്ടിലേജ് ഉണ്ട്, ഇതാണ് ഒരു സൈനോവിയൽ ജോയിന്റ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒരു അക്യൂട്ട് ഗൗട്ട് അറ്റാക്കിൽ ഇവിടെ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, ഇതാണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാകുന്നു. അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് അടിഞ്ഞു കൂടും. സന്ധികളിൽ കാലിലെ പെരുവിരൽ നമ്മൾ പറഞ്ഞു മെറ്റാറ്റോർസോ ഫലാഞ്ചിയൽ ജോയിൻസിലാണ് കൂടുതൽ എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ അടിഞ്ഞു കൂടുന്നു എന്ന് കരുതുക. സോ ഇവിടെ അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ WBC സെൽസ് ഉണ്ട്, ഇവിടെയൊക്കെ WBC സെൽസ് ഉണ്ട്. ഈ സെൽസ് എന്ത് ചെയ്യും? ഈ സംഭവത്തിനെ അത് ആഗിരണം അല്ലെങ്കിൽ ഭക്ഷിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫാഗോസൈറ്റോസ് ചെയ്യുക. സോ മാക്രോഫേജസ് ആൻഡ് ന്യൂട്രോഫിൽസ് ഫാഗോസൈറ്റോസ് ചെയ്യും. സോ ഇത് ഫാഗോസൈറ്റോസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ധാരാളം ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് റിലീസ് ചെയ്യും. സോ സെവറൽ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് അവിടെ റിലീസ് ചെയ്യുമ്പോൾ ഇവിടെ കൂടുതലായിട്ട് ന്യൂട്രോഫിൽസുകൾ ഈ ഭാഗത്തേക്ക് ബ്ലഡിലൂടെ ഈ ഭാഗത്തേക്ക് കൂടുതലായിട്ട് എത്തും. ആൻഡ് ഈ സംഭവം നടക്കുമ്പോൾ തന്നെ കോംപ്ലിമെന്ററി സിസ്റ്റം വിൽ ബി ആക്ടിവേറ്റഡ്. കോംപ്ലിമെന്ററി സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ക്ലാസിക്കൽ കോംപ്ലിമെന്ററി സിസ്റ്റം ആക്ടിവേറ്റഡ് ആയി അവിടെ കൂടുതലായിട്ട് പലതരം കോംപ്ലിമെന്റ് പ്രോട്ടീൻസും എല്ലാം എത്തുന്നു. സോ ഇവിടെ ഇന്റർലൂക്കിൻ 1 പോലെയുള്ള സംഭവങ്ങളുണ്ട്. ഇവിടെയുള്ള സെല്ലുകൾ പൊട്ടുമ്പോൾ, നശിക്കുമ്പോൾ, മാക്രോഫേജ് പൊട്ടുമ്പോൾ അതിൽ നിന്ന് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നു. സോ ടിപ്പിക്കൽ എന്താ പറയുക ഇൻഫ്ലമേറ്ററി സോൺ ആണ്, ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. സോ ദിസ് ക്യാൻ പ്രൊഡ്യൂസ് കാർഡിനൽ ഇൻഫ്ലമേറ്ററി സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ അക്യൂട്ട് ഗൗട്ടി ആർത്രൈറ്റിസ് അല്ലെങ്കിൽ അക്യൂട്ട് ഫ്ലയർ അപ്പ് എന്നാണ് നമ്മൾ പറയുക. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകും. ആൻഡ് ഇതിപ്പോൾ പെരുവിരലിലാണെങ്കിൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന വാക്ക് പോഡാഗ്ര എന്നാണ്. പോഡാഗ്ര. മറ്റു ചില ഭാഗങ്ങളിലാണെങ്കിൽ വേറെ എന്തെങ്കിലും പേരായിരിക്കും ഉപയോഗിക്കുക. ആൻഡ് മറ്റ് നമ്മൾ പറഞ്ഞു ഇതൊരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ഇനി അതല്ലാതെ വരാവുന്നത് ആംഗിൾസിൽ വരാം, മുട്ടുകാൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ വരാം ഈ സംഭവം. ഓക്കെ, ഇതെങ്ങനെ ഡയഗ്നോസ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റേ ചെയ്യാം. എക്സ്റേ എടുത്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കാം. 2 അൾട്രാസൗണ്ട് നമുക്ക് ചെയ്യാം. അൾട്രാസൗണ്ട് ഡബിൾ കോണ്ടോർ സയൻസോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ പ്രശ്നങ്ങൾക്ക് ക്രിസ്റ്റൽസ് ഇങ്ങനെയൊക്കെയുള്ള ഇറോഷനൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ നമ്മൾ ഫൈനൽ ഇത് ഡയഗ്നോസിസിന്റെ ഏറ്റവും ഫൈനൽ സ്ഥിരീകരിക്കാൻ നമുക്ക് ചെയ്യേണ്ടത് നമ്മളിവിടെ സൈനോവിയൽ ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്തെടുക്കുക ആൻഡ് മൈക്രോസ്കോപ്പി ചെയ്യുക. മൈക്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നീഡിൽ ഷേപ്പ്
നീഡിൽ ഷേപ്ഡ് ക്രിസ്റ്റൽസ് ആൻഡ് അതിനെ നമ്മൾ പറയാൻ നെഗറ്റീവ് ബൈ റിഫ്രിൻജൻസ് ഉണ്ടാക്കണം ടു യെല്ലോ ലൈറ്റ്. അങ്ങനെയുള്ള ക്രിസ്റ്റൽസ് കിട്ടിയാൽ അപ്പോഴാണ് നമുക്കിത് ഫൈനൽ പറയാം ദിസ് ഈസ് ബിക്കോസ് ഓഫ് മോണോസോഡിയം യൂറേറ്റ് എന്ന് പറയുന്നതിന്. സോ നമുക്ക് ബയോപ്സി ചെയ്യണം. ദെൻ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ESRും ദെൻ പിന്നെന്താണ് CRP ഒക്കെ കൂടുതലായിരിക്കും ഡെഫിനറ്റ്ലി, ബിക്കോസ് അക്യൂട്ട് ഫേസ് റിയാക്ടൻസ് എല്ലാം കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ പക്ഷെ ഇതല്ല. ദിസ് ഇസ് ദ മോസ്റ്റ് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ. ഇതാണ് അവിടെ നിന്ന് സംഭവം എടുക്കുക, അതിൽ നീഡിൽ ഷേപ്പ് ക്രിസ്റ്റൽസ് ഓഫ് മോണോസോഡിയം യൂറേറ്റ് കാണിക്കുക. നമ്മളൊരു ഏകദേശ കണക്ക് പറഞ്ഞാൽ പുരുഷന്മാരിൽ ഒരു 3 to 7 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് യൂറിക് ആസിഡ് ലെവൽ. സ്ത്രീകളിൽ ഒരു 5 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ വരെയൊക്കെ പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ആയി കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കൂടുന്നു, ഹൈപ്പർ യൂറിസീമിയ ആണ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇതുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സെക്കൻഡ് റീസൺ നമ്മൾ പറഞ്ഞത് മറ്റേ ക്യാൻസർ ട്യൂമർ ലൈസിസ് സിൻഡ്രോമിലൊക്കെ എന്താ പറ്റും, ന്യൂക്ലിയോടൈഡ്സ് പൊട്ടി അതിൽ നിന്ന് കൂടുതലായിട്ട് യൂറിക് ആസിഡ് ഉണ്ടാകുന്നു. ഇതല്ലാതെ മറ്റു പല കാരണങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കാം. ഉദാഹരണം നമ്മൾ ബയോകെമിസ്ട്രിയിൽ നമ്മൾ HMG ഷണ്ട് പാത്വേ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിൽ നിന്ന് നമുക്ക് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കാം. അതുണ്ടാക്കാനായിട്ട് ഫോസ്ഫേറ്റേസ്, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കാം. ആൻഡ് ഇത് കുറഞ്ഞാലോ, ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ഇൻക്രീസ് അല്ലെ, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് വിൽ ഇൻക്രീസ്. ആൻഡ് ഇത് അപ്പോൾ HMG ഷണ്ട് പാത്വേയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിൽ നിന്ന് നമുക്ക് റൈബോസ് 5 ഫോസ്ഫേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഫോസ്ഫോറൈബോസിൽ പൈറോഫോസ്ഫേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നീട് അതിൽ നിന്ന് 5 ഫോസ്ഫോറൈബോസിൽ അമീൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് അയനോസിൻ ഉണ്ടാക്കാൻ പറ്റും അല്ലെ, അയനോസിൻ മോണോഫോസ്ഫേറ്റ് ഒക്കെ ഉണ്ടാകും. സോ ഇതിന് ഇവിടെയൊക്കെ PRPP എന്ന് പറയുന്ന എൻസൈംസിന്റെ ആവശ്യമുണ്ട്. വേറെ ഉണ്ട് ഗ്ലൂട്ടമൈൽ അമിനോ ട്രാൻസ്ഫറേസ് പോലെയുള്ള എൻസൈംസ് ഒക്കെ വേണം. അപ്പൊ ഈ PRPP എൻസൈംസ് ഉയർന്നാൽ എന്ത് പറ്റും? PRPP എൻസൈംസ് ഉയർന്നു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിൽ നിന്ന് കൂടുതലായിട്ട് അയനോസിൻ ഉണ്ടാകും. ഈ അയനോസിൽ നിന്ന് നമുക്ക് എന്ത് ഉണ്ടാക്കിയെടുക്കാം? യൂറിക് ആസിഡ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അയനോസിൻ മോണോഫോസ്ഫേറ്റ് ആണ്. അതിൽ നിന്ന് എന്താ ഉണ്ടാകുന്നത്? ഹൈപ്പോസാന്തിൻ ഉണ്ടാകും. ഹൈപ്പോസാന്തിൽ നിന്ന് സാന്തിൻ ഉണ്ടാകും. സാന്തിൽ നിന്ന് പിന്നെ യൂറിക് ആസിഡ് ആണ് ഉണ്ടാകും. ആൻഡ് ഈ അയനോസിൻ ഉണ്ടാകുന്ന വേറൊരു പാത്വേ കൂടി നമ്മൾ പഠിച്ചിട്ട് പ്യൂരിൻ സാൽവേജ് പാത്വേ. അതാണ് പ്യൂരിൻ സാൽവേജ് പാത്വേ എന്ന് നമ്മൾ പറയുന്നത്. അയനോസിൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ പ്യൂരിൻ സാൽവേജ് പാത്വേ പഠിച്ചിട്ടുണ്ട്. ദെൻ ഈ അയനോസിൽ നിന്ന് വേറെ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഏതൊക്കെയാണ്? ഗ്വാനോസിൻ ഉണ്ടാക്കിയെടുക്കാം, അഡിനോസിൻ ഉണ്ടാക്കിയെടുക്കാം അല്ലെ. ഇത് നശിച്ചു കഴിയുമ്പോൾ അഡിനോസിനും ഗ്വാനോസിനും നശിച്ചു കഴിയുമ്പോൾ വീണ്ടും യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ കൂടുതലാണ്. അതാണ് നമ്മൾ ട്യൂമർ ലൈസിസ് സിൻഡ്രോമിലൊക്കെ നമ്മൾ പറഞ്ഞത്. ആൻഡ് പ്യൂരിൻ സാൽവേജ് പാത്വേയിൽ ഇവിടെ 2 എൻസൈം വേണം. ഇത് ഞാൻ പറഞ്ഞില്ല. ഇത് എൻസൈം എന്ന് വെച്ചാൽ വൺ ഈസ് HGPRTase എന്ന് പറയുന്ന എൻസൈം വേണം. ദെൻ PRP സിന്തേസ് എന്ന് പറയുന്ന PRPP എൻസൈംസ് അല്ലെ, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ എൻസൈം. സോ സപ്പോസ് ദിസ് HGPRTase കുറവാണ് എന്ന് വിചാരിക്കുക. HGPRTase കുറയുമ്പോൾ ഇത് സാധാരണയായിട്ട് കൂടും, ഈ പാത്വേ അപ്പോൾ കുറയും. അപ്പോൾ ഈ എൻസൈം കൂടുമ്പോൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിൽ നിന്ന് ഈ എൻസൈം കൂടുതലാണ്. സോ അതിൽ നിന്ന് കൂടുതലായിട്ട് അയനോസിൻ ഉണ്ടാക്കിയെടുക്കുന്നു. ആൻഡ് ദിസ് അൾട്ടിമേറ്റ്ലി പ്രൊഡ്യൂസസ് ഇൻക്രീസ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് യൂറിക് ആസിഡ് വർദ്ധിക്കും. ഓക്കെ, സോ ഇതിൽ നിന്ന് ഈ എൻസൈമിന്റെ കുറവ് HGPRTase കുറയുന്ന ഒരു അസുഖമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, LESH നെയ്ഹാൻ സിൻഡ്രോം എന്ന് പറയുന്നത്. നെയ്ഹാൻ സിൻഡ്രോമിൽ നമുക്ക് കാണാവുന്നത് യൂറിക് ആസിഡ് ലെവൽ ഭയങ്കരമായിട്ട് കൂടുതലുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇവിടെയുള്ള ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് എൻസൈം കുറയുന്ന ഒരു അസുഖം നമുക്ക് പറയാം. അതിന്റെ പേര് വോൺ ഗിർച്ച് സിൻഡ്രോം എന്നാണ്, അല്ലെങ്കിൽ നമുക്ക് ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് ടൈപ്പ് 1 എന്താണ് ഈസി ആയിട്ട് പറയാവുന്നത്. സോ ഇവിടെയും നമുക്ക് യൂറിക് ആസിഡ് കൂടുതലായിട്ട് കാണാം. കാരണം എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് കുറയുമ്പോൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് കൂടും. സോ അത് ഈ പാത്വേയിലൂടെ യൂറിക് ആസിഡ് കൂടുന്നു. സോ സം മെറ്റബോളിക് ഡിസോർഡേഴ്സ് ക്യാൻ ഓൾസോ പ്രൊഡ്യൂസ് ഇൻക്രീസ്ഡ് ലെവൽസ് ഓഫ് യൂറിക് ആസിഡ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവങ്ങൾ പറഞ്ഞത്. സോ ഇങ്ങനെ യൂറിക് ആസിഡ് കൂടുതലായാൽ അത് കിഡ്നിയിലെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് നെഫ്രോൺ ആണെന്ന് വിചാരിക്കുക, നെഫ്രോണിൽ പുറന്തള്ളാനായിട്ട് അവിടെ ചില ട്രാൻസ്പോർട്ടർ വേണം. ഉദാഹരണത്തിന് UR81 ട്രാൻസ്പോർട്ടർ, ദെൻ GLUT4 ട്രാൻസ്പോർട്ടർ. സോ ഇങ്ങനെയൊക്കെയുള്ള ട്രാൻസ്പോർട്ടേഴ്സ് പ്രധാനം ഇതാണ്. ഈ ട്രാൻസ്പോർട്ടേഴ്സിൽ എന്തെങ്കിലും ജനിതകപരമായ തകരാറുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനറ്റിക് പോളിമോർഫിസം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴും ഇത് പുറന്തള്ളൽ കുറവായിരിക്കും. യൂറിനിലൂടെ പുറന്തള്ളാതെ ഇതിവിടെ തന്നെ കിടക്കും, ബ്ലഡിൽ തന്നെ കിടക്കും. സോ അങ്ങനെയും യൂറിക് ആസിഡ് കൂടാം. സോ അപ്പോൾ ഇതെല്ലാം പ്രൈമറിൽ വരുന്നതാണ്. ആൻഡ് ഇത് നമ്മൾ കണ്ടുപിടിച്ചാണ് ലെഷ്ലി ഹാൻസ്, അതുകൊണ്ട് നമുക്ക് കാര്യം അറിയാം. ഇപ്പോൾ പ്രൈമറി വിടുന്നില്ല. എന്തായാലും പ്രൈമറി ഗൗട്ടിലെ പല കണ്ടീഷനും നമുക്ക് അറിയാൻ പാടില്ല, എങ്കിലും ചിലതെങ്കിലും നമുക്കറിയാം. സോ അപ്പോഴും ഇത് ഇൻക്രീസ് ദിസ് 7 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എന്ന തോതിലിനേക്കാൾ കൂടുതലായിട്ട് വരും. സോ ഇങ്ങനെ തുടർച്ചയായിട്ട് യൂറിക് ആസിഡ് ഉയർന്നു നിന്നാൽ ഇപ്പോൾ കിഡ്നിയിലൂടെ വേണം ഇത് കളയാൻ, എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ യൂറിക് ആസിഡ് കിഡ്നിയിലെ നെഫ്രോണിൽ
കിഡ്നിയിലെ നെഫ്രോണിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റലായിട്ട് തന്നെയാണ് അടിഞ്ഞുകൂടുക. മറ്റേ ക്രിസ്റ്റൽ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? അത് നമ്മൾ പറഞ്ഞത് മോണോസോഡിയം യൂറേറ്റ് ക്രിസ്റ്റൽസ് ആണ്. അത് pH 7.4 അടിയുന്നതാണ്. ഇത് യൂറിനിലാണ്, 9 അതിന് മുകളിലൊക്കെ ആണെങ്കിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റലായിട്ട് തന്നെ കിഡ്നി സ്റ്റോൺസ് ഉണ്ടാക്കാം. അടിഞ്ഞുകൂടി യൂറേറ്റ് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാക്കാം. അത് കിഡ്നിയിൽ ഉണ്ടാക്കാം, ദെൻ യൂറിറ്റർ അവിടെയും ഉണ്ടാക്കാം. ശരീരത്തിലെ മറ്റു ചില ഭാഗങ്ങളിൽ ഇങ്ങനെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് പെരി ആർട്ടിക്കുലാർ ടിഷ്യൂവിൽ, ജോയിന്റുകൾക്ക് ചുറ്റുമുള്ള ടിഷ്യൂവിൽ, ഉദാഹരണത്തിന് ഏറ്റവും കൂടുതലുള്ളത് ചെവിയുടെ പിറകിൽ, ഇത് ചെവി അങ്ങനെ വരച്ചു പോയി, ആൻഡ് ഇവിടെ ഈ പിറകിലായിട്ട് കൂടുതലായിട്ട് ഇങ്ങനെ അടിഞ്ഞുകൂടാം. ദെൻ എൽബോസ്, കൈയുടെ എൽബോയിൽ അടിഞ്ഞുകൂടാം. സ്കിന്നിന്റെ പല ഭാഗങ്ങളിലൊക്കെ അടിഞ്ഞുകൂടുന്നതിനാണ് നമ്മൾ ടോഫായി എന്ന് പറയാം. ക്രോണിക് ടൊഫേഷ്യസ് ഗൗട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ടോഫായി, ആൻഡ് ദിസ് ക്യാൻ കോസ് മാൽഫോർമേഷൻസ്, അല്ലെങ്കിൽ അവിടേക്കുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കാം. ആൻഡ് സാധാരണ ക്രോണിക് ഗൗട്ട് ഉള്ളവരിൽ 80 to 90% പേരിലും ഒരു വർഷത്തിനകം ഇങ്ങനെ ഒരു അറ്റാക്ക് വരാം, പിന്നീട് വീണ്ടും അറ്റാക്ക് വരാം. ഇങ്ങനെ കൂടുതൽ ഉയർന്നു നിൽക്കുകയാണെങ്കിൽ ഈ അറ്റാക്സിന്റെ എണ്ണം വർഷത്തിൽ ഇങ്ങനെ കൂടുതലായിട്ട് വരാം. ആൻഡ് ടോഫൈപ്പ് വിരലുകളിലും കാൽപാദങ്ങളിലും അവിടെയൊക്കെ സ്കിന്നിലൊക്കെ ഉണ്ടെങ്കിൽ കടുത്ത വേദന ഉണ്ടാകാം. ചിലപ്പോൾ ഈ ടോഫൈ മൂലം സാധാരണ വേദന ഇല്ലാത്ത അടിഞ്ഞുകൂടലും ഉണ്ടാകാറുണ്ട്. സോ ക്രോണിക് ആയിട്ടുള്ള ആൾക്കാരിൽ വേദന ഇല്ലാതെയും അടിഞ്ഞുകൂടാനായിട്ട്. സോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞത് യൂറിക് ആസിഡ് ഉയർന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത്. സോ വി ടോക്ക് അബൌട്ട് ഗൗട്ട് പറഞ്ഞാണ്, ഫിസിയോളജി ഓഫ് ഗൗട്ട് ആണ് നമ്മൾ പറഞ്ഞത്. സോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പറയേണ്ടത് ട്രീറ്റ്മെന്റ് ഓഫ് ഗൗട്ട് ആണ്. അവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ അഡിനോസിനും ഗ്വാനോസിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന കൂടുതലായിട്ട് യൂറിക് ആസിഡ് ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ പറയും. അല്ലെങ്കിൽ യൂറിക് ആസിഡ് നമുക്ക് എങ്ങനെ കൂടുതൽ വെള്ളത്തിൽ ലയിപ്പിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവിടെ നമ്മൾ പറയുക. സോ അടുത്ത വീഡിയോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ഫോർ ഗൗട്ട് ആയിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.